ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാർ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വേർഡ്സ് പഠിച്ചു പോവാണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഹൗ ടു സ്പീക്ക്, ഹൗ ടു സേ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇൻ മലയാളം. ഞാൻ കുറേ വാക്കുകൾ 2-3 ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതേപോലെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ ഹിൽ അല്ലേ, ഹിന്ദിയിലത് പഗാഡ്. പഗാഡ് മീൻസ് മല അല്ലേ. അതുപോലെ നമുക്കറിയാം വീടിൻ്റെ അതറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് ഗർ അല്ലേ, വീട്, ഹൗസ്. ദെൻ ഫ്രണ്ട്സ്, ഫ്രണ്ട് അറിയാം നമുക്ക് എന്താണ്, ദോസ്ത് ഹിന്ദിമേ. മലയാളത്തിലെ സുഹൃത്ത് അല്ലേ, കൂട്ടുകാരൻ എന്നൊക്കെ പറയാം. ദോസ്ത് ഹിന്ദിയിൽ ഏ ദോസ്തി ഹം നഹീ छोड़ेंगे हम घर तेरा साथ ना छोड़ेंगे. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. നമുക്കറിയാം ഷോലെ എന്ന ഫിലിമിൽ അമിതാഭ് ബച്ചൻ ആൻഡ് ധർമ്മേന്ദ്ര പാടിയിരിക്കുന്നത് കിഷോർ കുമാർ ആൻഡ് മുഹമ്മദ് റാഫി ആൻഡ് കിഷോർ അല്ലേ. അപ്പോൾ നല്ലൊരു സോങ്ങാണത്. എക്കാലത്തും മറക്കാത്തൊരു ഹിറ്റാണ്, എവർ ഗ്രീൻ ഹിറ്റ്സ് ഇൻ ഓൾ ലാംഗ്വേജസ്. അപ്പോൾ നമുക്കിങ്ങനെ കാര്യത്തിൽ കിടക്കാതെ പിന്നെ മൈതാനം എന്ന് പറയും നമ്മൾ, ഗ്രൗണ്ട് അല്ല മൈതാൻ. അതുപോലെ പ്ലെയർ കളിക്കാരൻ, ഖിലാടി അല്ലേ. അതുപോലെ നമുക്കറിയാം പിന്നെ എന്താണ് സിനിമാ തിയേറ്റർ, സിനിമാ ഹാൾ ഓർ സിനിമാ തിയേറ്റർ അല്ലേ. പറയുന്നത് എന്താണ് സിനിമാ ഫിലിം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സിനിമാ തിയേറ്റർ, സിനിമാ പ്രദർശന ഹാൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സിനിമാ ഹാൾ സെയിം ലൈക്ക് ഇൻ മലയാളം. അതേപോലെ തന്നെ സിനിമാ ഹാൾ, സിനിമാ തിയേറ്റർ. അതുപോലെ പിന്നെ പറയുന്നത് എന്താണ് നമുക്കറിയാം, എന്താണ് സ്റ്റുഡൻറ്റ്. അതിനുമ്പോൾ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം നമുക്കല്ലേ, ഛാത്ര, അതായത് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി എന്ന് പറയാം. അതുപോലെ പിന്നെ എന്ത് പറയാം, പിന്നെ ഭാര്യ വീട് എന്നൊക്കെ പറയാം. ഭാര്യ വീട്, വൈഫ്സ് ഹൗസ്, സസുരാൽ സേ ഘർ അല്ലെങ്കിൽ സസുരാൽ ഘർ എന്ന് പറയും, ഭാര്യയുടെ വീട് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പറയാം അകലെ അല്ലേ, ഫാർ എന്ന് പറയാറുണ്ട് അല്ലേ, അകലെ. ദൂർ എന്ന് പറയും അല്ലേ, ദൂരെ എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ തന്നെ ദൂരെ, അകലെ എന്നൊക്കെ പറയാം അല്ലേ. അതുപോലെ പറയണം പാസ്, അടുത്ത്, നിയോ, പാസ് മീൻസ് നിയോ. അതുപോലെ പിന്നെ ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ മേശ, കസേര എന്നൊക്കെ പറഞ്ഞു, മേശ അല്ലേ, മേസ്, ടേബിൾ, മേസ് ഇൻ ഹിന്ദി ഹിന്ദി മേസ്, മലയാളത്തിൽ മേശ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ കുറേ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു പോകണം. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ 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 സിമ്പിളാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ പിന്നെ അറിയാം നമുക്ക് പിന്നെ കുറേ കാര്യം നമ്മൾ പഹാഡ് പറഞ്ഞു നേരത്തെ അല്ലേ. അതുപോലെ വൃക്ഷ് പറയും, വൃക്ഷ് മീൻസ് ട്രീ ഇൻ ഹിന്ദി, വൃക്ഷ് മലയാളം വൃക്ഷം എന്ന് പറയും അല്ലേ. ചാരു എന്നൊക്കെ പറയും, അങ്ങനെ ചാരു, ലതകൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, പിന്നെ വള്ളികളൊക്കെ പോകുന്നതിനൊക്കെ. അതുപോലെ തന്നെ പിന്നെ എന്താണ് പിന്നെ നമുക്ക് പറയാനുള്ളത്, ബസ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. ഖാഡി ഹിന്ദിമേ ഖാഡി, ഇനി ഹിന്ദി ഖാഡി വെഹിക്കിൾ, മലയാളത്തിൽ വാഹനം, വണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകൾ പഠിച്ചാലാണ് നമുക്ക് കൂടുതലായി പഠിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ചൽത്തേ ചൽത്തി രഹേ നാ 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 അങ്ങനെ പോണു. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇങ്ങനെ കുറച്ചായി. അതായത് ഗുളിക കഴിക്കണം, ലൈക്ക് ഹാവിങ് എ ക്യാപ്സ്യൂൾ, ധവാ ധവ നമ്മൾ കഴിക്കില്ലേ, ധവാ ഖാനെ കറക്റ്റ്. നമുക്കിതങ്ങനെ മുന്നോട്ട് പോകും. Okay then, see you in my long video. Again I remember you
my YouTube link, Step Up with English, Prakash TK Menon. അത് സബ്സ്ക്രൈബ് ചെയ്യണം. You should subscribe it and share it maximum as you can. Okay? Then in Facebook and Instagram, Step Up with English 10H. Okay, it's following it. You should follow it and share it maximum as you can. Okay, then see you. And then my WhatsApp number 980-900-3969. ഒരു പ്രാവശ്യം കൂടി പറയാം. അഗെയിൻ 980-900-3969. അപ്പോൾ ഇഫ് യു വാണ്ട് എ ഡയറക്റ്റ് ക്ലാസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക. आप लोग को डायरेक्ट क्लास चाहिए तो मेरा व्हाट्सएप नंबर से कॉल करो. ओके देन, गुड बाय, हैव ए नाइस डे.